നടത്തിയ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി രാജസ്ഥാൻ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് UDF പ്രവർത്തകർ. തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൈറലായ പോറ്റിയെ കയറ്റിയ പാരഡി ഗാനത്തിനെതിരെ കേസെടുത്തേക്കും. സ്റ്റാച്യു ഓഫ് ലിബർട്ടി തകർന്നു വീണു. ആശങ്കപ്പെടാൻ വരട്ടെ, വീണത് ഓജിയല്ല കേട്ടോ. ഗ്വാഗയിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പകർപ്പാണ്. ബ്രസീലിയൻ നഗരമായ ഗ്വാഗയിൽ സ്ഥാപിച്ചിരിക്കുന്ന ലോകപ്രസിദ്ധമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പകർപ്പാണ് ശക്തമായ കാറ്റിനെ തുടർന്ന് തകർന്നു വീണത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം. ഏകദേശം 40 മീറ്റർ ഉയരമുള്ള കൂറ്റൻ പ്രതിമയാണ് കാറ്റിന്റെ വേഗതയിൽ അടിച്ച് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ന്യൂയോർക്കിലെ യഥാർത്ഥ പ്രതിമയുടെ മാതൃകയിൽ 2020 ഇതിവിടെ സ്ഥാപിച്ചത്. നഗരത്തിലെ തിരക്കേറിയ റോഡിലേക്കാണ് പ്രതിമ വീണതെങ്കിലും ആ സമയത്ത് വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. കാറ്റിന്റെ ശക്തിയിൽ പ്രതിമ ആദ്യം വശത്തേക്ക് ചരിഞ്ഞു വീഴുന്നതും നിലത്തടിച്ച ആഘാതത്തിൽ ഒരു ഭാഗം ചിതറി തെറിച്ച ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരില്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല. കൊല്ലത്ത് സഹപ്രവർത്തകയായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. സേനയുടെ അന്തസ്സിന് കളങ്കമാക്കുന്ന വിധം പ്രവൃത്തിയാണ് നവാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ കമ്മീഷണർ വ്യക്തമാക്കി. നവാസ് ഗുരുതരമായ അച്ചടക്ക ലംഘനവും സ്വഭാവദൂഷ്യവും കാണിച്ചതായി ഉത്തരവിൽ പറയുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തി 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. നവംബർ 6 പുലർച്ചെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസുകാർക്ക് നേരെ അതിക്രമം നടന്നത്. ഉദ്യോഗസ്ഥ കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചവറ പോലീസ് കേസെടുക്കുകയായിരുന്നു. മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി രാജസ്ഥാൻ. IPL ലേലത്തിൽ മലയാളി യുവതാരം വിഘ്നേഷ് പുത്തൂരിനെ രാജസ്ഥാൻ റോയൽസ് 30 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കി. അബുദാബിയിലെ എതിഹാദ് അറീനയിൽ നടന്ന ലേലത്തിനിടെയാണ് ഇടങ്കൈ സ്പിന്നറായ വിഘ്നേഷിനെ രാജസ്ഥാൻ ടീം സ്വന്തമാക്കിയത്. അടിസ്ഥാന വിലയായ 30 ലക്ഷം രൂപയാണ് താരത്തെ ടീമിലെത്തിച്ചത്. ആഭ്യന്തര ക്രിക്കറ്റിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച വിഘ്നേഷ് വൈറ്റ് ബോൾ മത്സരങ്ങളിലെ മികവിലൂടെയാണ് IPL ഫ്രാഞ്ചൈസിയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷമാണ് താരത്തിന് ഇങ്ങനെ വീണ്ടും ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. മുൻപ് മുംബൈ ഇന്ത്യൻസിന്റെ ടീമിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും മത്സരങ്ങൾക്ക് സ്ഥിര സാന്നിധ്യമാകാൻ പരിക്ക് മൂലം താരത്തിന് കഴിഞ്ഞിരുന്നില്ല. യുവതാരങ്ങൾക്ക് അവസരം നൽകുന്നതിൽ പേരുകേട്ട ഫ്രാഞ്ചൈസിയാണ് രാജസ്ഥാൻ. നേരത്തെ മലയാളി താരം സഞ്ജു സാംസണിനെ ലോകശ്രദ്ധയിലെത്തിച്ചത് രാജസ്ഥാനിലെ കാലയളവിൽ പ്രകടനങ്ങളാണ്. IPL 2026 സീസണിൽ വിഘ്നേഷ് പുത്തൂർ എങ്ങനെയുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്നത് ആരാധകർ ആവശ്യത്തോടെ കാത്തിരിക്കുന്നതാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് UDF പ്രവർത്തകർ. കോഴിക്കോട് ചാത്തമംഗലം വെള്ളാശ്ശേരിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കൊല്ലുമെന്ന് UDF പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. ഇൻഫ്ലുവൻസറായ റീനയുടെ വീട്ടിൽക്കരയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയ സംഘം ഭീഷണി മുഴക്കിയത്. വീടിനുള്ളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കുന്നമംഗലം പോലീസ് കേസെടുത്തു. ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളാശ്ശേരിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ ഒരു സംഘം റീനയുടെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുകയായിരുന്നു. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വീടിന് പുറത്ത് നിൽക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം. ശേഷം അവിടെ നിന്നും മടങ്ങിയ സംഘം വീണ്ടും തിരിച്ചെത്തി സ്ഫോടക വസ്തുക്കൾ എറിയുകയും വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി റീന പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ LDF ബൂത്ത് ഏജന്റായി റീന പ്രവർത്തിച്ചിരുന്നു. എല്ലാ രാഷ്ട്രീയവുമായും നല്ല ബന്ധമാണ് പുലർത്തിയതെന്നും ഭീഷണിക്ക് പിന്നിലെ കാരണം വ്യക്തമല്ലെന്നും റീന കൂട്ടിച്ചേർത്തു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരം തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വൈറലായ പോറ്റിയെ കയറ്റിയ പാരഡി ഗാനത്തിനെതിരെ കേസെടുത്തേക്കും. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതി അദ്ദേഹം DGPക്ക് കൈമാറി. കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് പരിശോധിക്കും. പാട്ടിനെതിരെ CPM നടപടി ആവശ്യപ്പെട്ടിരുന്നു. ദുരുപയോഗം ചെയ്തപ്പോൾ നടപടി വേണമെന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചുവെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പാട്ട് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അയ്യപ്പനെ നിന്ദിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണ് ഗാനമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞിരുന്നു.
ഏത് മതത്തിന്റെ ഭക്തിഗാനത്തെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല, അത് മതവികാരം വ്രണപ്പെടുത്തുന്നു. ശബരിമല അയ്യപ്പസ്വാമിയെ സംബന്ധിച്ച് അത് ഒരിക്കലും പിറക്കാൻ പാടില്ലായിരുന്നു. അയ്യപ്പനെ പറ്റിയുള്ള ശരണമന്ത്രത്തെയാണ് ദുരുപയോഗം ചെയ്തത്. പാരഡി ഗാനത്തിനെതിരെ തിരുവാഭരണ സംരക്ഷണ സമിതി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ ഗൗരവത്തിൽ അന്വേഷണം നടക്കണമെന്ന് രാജു അബ്രഹാം പറഞ്ഞു. GP കുഞ്ഞബ്ദുള്ളയാണ് പാട്ട് എഴുതിയത്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിന്ധനമൂറ്റിയേ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി നഗര ന്യൂസ് ചാനൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.